ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ സ്റ്റഡി വ്ലോഗ്. എല്ലാരും റീനീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാണെന്ന് അറിയാം. സോ ഞാനും പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ ഇടാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ചാല്, എനിക്ക് കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമില്. റീനീറ്റ് എഴുതുന്നില്ല, ഭയങ്കര പാനിക് ആയിട്ടിരിക്കുക, സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുക, എല്ലാം കയ്യിൽ നിന്ന് പോയ പോലെയാ എന്നൊക്കെ പറഞ്ഞിട്ട്. അവരോടൊക്കെ പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, ഇനി നമ്മുടെ മുന്നിലുള്ളത് ഈ ഒരു റീനീറ്റ് മാത്രമേ ഉള്ളൂ. അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഇങ്ങനെ തന്നെ ഒരുപാട് പേര് പാനിക് ആയിട്ട്, ഒരുപാട് പേര് ടെൻഷൻ ആയിട്ട് ഇരിക്കുന്ന ഒരു ടൈമാണിത്. അപ്പം നിങ്ങളും അങ്ങനെ തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വട്ടം നമുക്കൊരു മെഡിക്കൽ കോളേജിൽ കയറാനായിട്ട് പറ്റില്ല. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു തിങ്കിങ് ഉണ്ടല്ലോ, എക്സാം ടഫ് ആയിരിക്കും, എന്ത് ചെയ്യും ഞാൻ എന്നുള്ളൊരു തിങ്കിങ് ഉണ്ടല്ലോ, ആ ഒരു തിങ്കിങ് നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് നിങ്ങളുടെ മാക്സിമം നിങ്ങൾ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓൾറെഡി നിങ്ങൾ പ്രിപ്പയർ ചെയ്തതാണ്, ഈ ഒരു വർഷം മൊത്തം നിങ്ങൾ പ്രിപ്പയർ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബ്രെയിനില് അത് ഉണ്ട്. അതൊന്നും നമ്മൾ പൊടി തട്ടി എടുത്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് ഒന്നും എന്റെ തലയിൽ ഒന്നും ഇല്ല എന്നുള്ളൊരു ഫീലിംഗ് വരുന്നതിന്റെ കാര്യം എന്താന്ന് വെച്ചാല്, നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ ഒരു നമ്മുടെ കൺസെപ്റ്റുകളും കാര്യങ്ങളും എല്ലാം മറികടന്ന് നമ്മുടെ പേടിയും നമ്മുടെ ടെൻഷനും എല്ലാം നിൽക്കുന്നത് കൊണ്ടാണ്. അതിനെ ഓവർകം ചെയ്ത് വരണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ തന്നെ ശ്രമിക്കണം. നിങ്ങൾ ഒരുപാട് മോട്ടിവേഷണൽ വീഡിയോസ് കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന കാര്യം, ഇപ്പൊ ഈവൻ എന്റെ വീഡിയോ കണ്ടിട്ടോ അങ്ങനെ ഒന്നും നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നിങ്ങൾ തന്നെ അത് വിചാരിക്കണം, നിങ്ങൾക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റും, അത് ഓവർകം ചെയ്യാൻ പറ്റും. ബിക്കോസ് നിങ്ങൾക്കൊരു കാര്യം അറിയോ, 10-14 ലക്ഷം പിള്ളേരില് എങ്ങനെ പോയാലും ഒരു 10 ലക്ഷം പിള്ളേരെ ഉണ്ടാവുള്ളൂ റീനീറ്റ് നല്ലപോലെ എഴുതാൻ വേണ്ടി പോകുന്ന ആൾക്കാർ. ഈ 10 ലക്ഷം പേരില് ഒരു 5 ലക്ഷം പേരെങ്കിലും ഇങ്ങനെ ടെൻഷൻ അടിച്ച് പാനിക്കായിട്ട് ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് കിട്ടുവോ കിട്ടില്ലേ എന്നുള്ളൊരു ഇതില് കൺഫ്യൂഷൻ ആയിട്ട് സെൽഫ് ഡൗട്ടിലൊക്കെ നിൽക്കുന്ന ആൾക്കാരായിരിക്കും. സോ അവർക്ക് ആ എക്സാമിൽ നല്ലവണ്ണം പെർഫോം ചെയ്യാൻ പറ്റിയെന്നും വരില്ല. സോ നിങ്ങൾ ആ ഒരു ഇത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. എനിക്കിപ്പോ അതേ പറയാനുള്ളൂ. കാര്യം അവര് അവിടെ പാനിക്കായിട്ടിരിക്കുന്ന ആ ഒരു ഇതില് അതിന്റെ ഇടക്കൂടെ നിങ്ങൾക്ക് കയറി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ നിങ്ങളുടെ ആ ഒരു ചാൻസിനെ വെറുതെ വിട്ടുകളയാൻ പാടില്ല. നിങ്ങളെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം നിങ്ങളുടെ അങ്ങേ എടുത്ത് നിങ്ങൾ ഈ എക്സാം എഴുതണം. 21-ാം തീയതിയിലത്തെ എക്സാം നല്ല എളുപ്പമുള്ള എക്സാം ആയിരുന്നു ഈ വട്ടത്തെ. സോ അത് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായാലും കിട്ടും എന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്ന കുറെ ആൾക്കാരുണ്ട്, ഇൻക്ലൂഡിങ് മീ. നമ്മുടെ എല്ലാ പ്രതീക്ഷയും കാറ്റിൽ പറത്തിയിട്ടാണ് NDA ഇങ്ങനൊരു റീനീറ്റ് വെച്ചത്. സോ നമുക്ക് തിരിച്ചവർക്ക് ഒരു മറുപടി കൊടുക്കാനുള്ളത് നമ്മുടെ റിസൾട്ട് വെച്ച് മാത്രമാണ്. ഈ വട്ടം നീറ്റ് ക്യാൻസൽ ചെയ്തപ്പോഴത്തേക്കും നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങളുടെ റിലേറ്റീവ്സ്, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ നെയ്ബേഴ്സ് എല്ലാവരും നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും. അയ്യോ, ഒരു സഹതാപത്തിന്റെ ഒരു പുറത്ത് നിങ്ങളെ നോക്കിയിട്ടുണ്ടാവും. ആ ഒരു സഹതാപത്തിന്റെ പുറത്ത് നോക്കിയിട്ടുള്ള എല്ലാവരെയും നിങ്ങളുടെ റിസൾട്ട് കൊണ്ടുവേണം നിങ്ങൾ അതിനെല്ലാം ഉള്ള മറുപടി കൊടുക്കാനായിട്ട്. സോ ഞാൻ ഇന്ന് ബയോളജി ജസ്റ്റ് റിവിഷൻ ആണ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. മാക്സിമം ഞാൻ റിവൈസ് ഫുള്ള് ചെയ്തു. പക്ഷെ ഇതിനകത്ത് എനിക്ക് മൊത്തത്തിൽ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. കാര്യം എന്റെ ഫോണിലെ സ്റ്റോറേജ് തീർന്നു പോയി. ബാക്കി വീഡിയോ ഞാനൊരു പാർട്ട് 2 ആയിട്ട് ഇടാൻ ശ്രമിക്കാം. ഇന്നിപ്പൊ ഞാൻ വീഡിയോ ഇടാന്നും പറഞ്ഞ് പോണ ഞാൻ പിന്നെ അടുത്ത മാസമായിരിക്കും കാണുന്നത് നിങ്ങളെ. ബിക്കോസ് ഞാൻ അതിന്റെ ഇടയ്ക്ക് ഓരോ പരിപാടികളിൽ ഇങ്ങനെ കുടുങ്ങിപ്പോകും. പിന്നെ പഠിക്കാനുള്ള സമയം. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടെന്ന് വിചാരിച്ചോ, അപ്പൊ എന്റെ കമന്റ് വന്നിട്ട് എല്ലാരും പറയും, നീ പഠിക്കുന്നില്ല, നീ പഠിക്കാനുള്ള സമയമാണ് വേസ്റ്റ് ആക്കുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. ഞാനിപ്പോ വീഡിയോ ഇടാണ്ട് വരുമ്പോഴത്തേക്ക് എന്റെ കമന്റ് വന്നിട്ട് ചോദിക്കും, എന്താ വീഡിയോ ഇടാത്തെ, സ്റ്റഡി വ്ലോഗ് എപ്പോ ഇടും എന്ന്. എനിക്കറിയാൻ പാടില്ല നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. നിങ്ങളോട് ഞാൻ പലവട്ടം എന്റെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വീഡിയോ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുപോലെ വീഡിയോ ചെയ്തുകൊണ്ട് ഞാൻ പഠിക്കും. ഞാൻ ആ ഫോണ് പിടിച്ചോണ്ടല്ല വീഡിയോ ചെയ്യുന്നത്. ഒരു ട്രൈപോഡില് അല്ലെങ്കിൽ ഒരു എന്തിനകത്തെങ്കിലും ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടായിരിക്കും ഞാൻ അവിടെ ഇരുന്ന് പഠിക്കുന്നത്. അപ്പൊ അത് അവിടെ റൺ ചെയ്തോണ്ടിരിക്കും വീഡിയോ. അതിനനുസരിച്ച് ഞാൻ അവിടെ ഇരുന്ന് പഠിക്കുന്നു. അത് മാത്രമേ ഉള്ളൂ അതിനകത്തൊരു ഇതെന്ന് പറയുന്നത്. പിന്നെ എഡിറ്റ് ചെയ്യാൻ കുറച്ച് സമയം വേണം. അത് ഞാൻ ഒറ്റ സ്ട്രെച്ചിലിരുന്ന് എഡിറ്റ് ചെയ്യത്തുമില്ല. എനിക്ക് അത്രയ്ക്ക് മടിയുള്ള ആളാ. ഞാൻ കുറച്ച് സമയം ഇപ്പം പഠിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ബോറടിക്കുന്ന സമയത്തൊക്കെയാണ് എഡിറ്റ് ചെയ്തിട്ട് വീഡിയോ ഇടുന്നത്. പിന്നെ ഞാൻ ഈ നീറ്റിന്റെ വീഡിയോ അല്ലാണ്ട് ഏതെങ്കിലും വീഡിയോ ഇട്ടാൽ അതിന്റെ ഇടയിലും വന്നിട്ട് കമന്റ് ചെയ്യും, നീ വെറുതെ സമയം കളയാണ്, നിന്റെ പഠിക്കാനുള്ള സമയം കളയാണ്. എനിക്കതൊന്നും ഒരു വേസ്റ്റ് ഓഫ് ടൈം ആയിട്ട് ഞാൻ കണക്കാക്കിയിട്ടില്ല. ബിക്കോസ് ഞാൻ ബേൺ ഔട്ട് ആയിട്ട് ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഞാൻ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്തോ ആയിരിക്കും ഞാൻ വീഡിയോ എടുത്ത് ഞാനത് അപ്ലോഡ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ ഗൈസ്. സോ എനിക്ക് ലാസ്റ്റ് ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ
പഠിക്കുക, അത്ര തന്നെ, വേറെ ഒന്നുമില്ല പറയാൻ. ഇതൊരു ഉപദേശമായിട്ടൊന്നും നിങ്ങൾ എടുക്കണ്ട കേട്ടോ. എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനായിട്ട് പറ്റുന്ന ഒരു അവസരം ഞാനത് യൂട്ടിലൈസ് ചെയ്യുന്നേ ഉള്ളൂ. കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാനുള്ളത് പോലെ എനിക്ക് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിട്ടില്ല. അപ്പൊ അടുത്ത ഏതെങ്കിലും വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പൊ ഓക്കെ, ബൈ.